ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്. കാരണം എബ്രോഡ് ഉള്ളവരെ പറ്റി പലർക്കും പല വ്യൂസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. നാട്ടും വീടും ഒക്കെ വിട്ടു പോയവര്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജോലി കിട്ടാതെ പുറത്തു പോയവര്, അതും അല്ലെങ്കിൽ ഭയങ്കര പൈസ, ഭയങ്കര ലക്ഷറിയസ് ലൈഫ്, അങ്ങനെ ഓരോരുത്തർക്കും പല പല വ്യൂസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ വ്യൂ പോയിന്റിൽ കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ ഇവിടുത്തെ ലൈഫ് എന്നൊക്കെയുള്ളതാ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത, ഞാൻ ജർമ്മനിയിൽ വന്നത് എനിക്കൊന്നും 5 വർഷം മുമ്പായിട്ട് 2019 എന്റോടെ ഞാൻ വന്നത്. അപ്പൊ ഞാൻ സ്റ്റഡീസ് പർപ്പസിന് വേണ്ടി വന്ന. അപ്പൊ ഈ ഒരു കാര്യം ജർമ്മനി ഞാൻ ചൂസ് ചെയ്ത് എന്റെ അടുത്ത് പല ആൾക്കാരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ജർമ്മനി, വൈ ജർമ്മനി, വേറെ പല രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തു എന്നൊക്കെ കുറെ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എന്റെ ഡ്രീം ആയിരുന്നു, ഞാൻ പല വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഡ്രീം ആയിരുന്നു ജർമ്മനി വരണം എന്നുള്ളത്. കാരണം ഞാൻ ജർമ്മനിയിൽ 2016 ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു വിസിറ്റിന് വേണ്ടി. അപ്പൊ ആ വന്നതിന് ശേഷം ജർമ്മനിയോടുള്ള ഒരു ഇംപ്രഷൻ എനിക്ക് അപ്പൊ കിട്ടി. പിന്നെ ഞാൻ ഇവിടെ എനിക്ക് ഓട്ടോമൊബൈലിനെ കുറിച്ച് കുറച്ച് എന്തൂസിയാസ്റ്റ്. അപ്പം ഈ വണ്ടി ഭ്രാന്ത് കുറച്ചുള്ളത് കൊണ്ട് വണ്ടികൾ ഒത്തിരി ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, വണ്ടികൾക്ക് പേര് കേട്ട നാടാണ്. സോ എനിക്ക് അതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ജർമ്മനി വരണം. പിന്നെ ഞാൻ കേട്ട് ഇവിടെ വന്ന് നമ്മൾ പഠിക്കാൻ നേരത്ത് ഫർദർ നമ്മൾ സ്റ്റഡീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒത്തിരി പൈസ ആവത്തില്ല, യൂണിവേഴ്സിറ്റി ഫീസ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടെല്ലാം പഠിക്കാൻ പറ്റും എന്നൊക്കെ കേട്ടപ്പോൾ ട്യൂഷൻ ഫീസ് ഒന്നുമില്ല എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ജർമ്മനി, ഓഫ്കോഴ്സ് ജർമ്മനി, എന്നാൽ ജർമ്മനി മതി എന്നുള്ള ഡിസിഷൻ എടുത്ത് ഞാൻ. അപ്പൊ ഞാൻ ബാക്കിയുള്ള കൺട്രീസും കമ്പയർ ചെയ്തില്ലെന്നല്ല, കാനഡ കമ്പയർ ചെയ്തു, അമേരിക്ക കമ്പയർ ചെയ്തു, US കമ്പയർ ചെയ്തപ്പം US കാനഡയിലും US എനിക്ക് തോന്നുന്നു 56 ലക്ഷമോ 60 ലക്ഷമോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ഫീസ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് കണ്ണു തള്ളിപ്പോയി. അപ്പൊ നോക്കിയപ്പോ ജർമ്മനി തന്നെ ഉള്ളൂ എല്ലാത്തിലും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഒറ്റ ബാരിയർ എനിക്ക് തോന്നിയുള്ളൂ, ലാംഗ്വേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുമായിരിക്കും ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബാരിയർ ആയിട്ട് നമുക്ക് മുമ്പ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് കൂടുതലും ആൾക്കാർ പോകുന്നത് അമേരിക്കയിലും കാനഡയിലും UK ഒക്കെ ആയിരുന്നു തോന്നുന്നു. ആ ഒരു സമയത്ത് അമേരിക്ക കുറവായിരുന്നു, പക്ഷെ US കുറവായിരുന്നു, പക്ഷെ കൂടുതലും കാനഡയ്ക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലും UK സ്റ്റേ ബാക്ക് വിസ ഇല്ലായിരുന്നു, സ്റ്റേ ബാക്ക് വളരെ കുറവായിരുന്നു, പീരീഡ് കുറവായിരുന്നു. അപ്പൊ ഞാൻ UK നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ ഫൈനലി ഞാൻ ജർമ്മനി ചൂസ് ചെയ്തു. ലാംഗ്വേജ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ബാരിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ എല്ലാ എഫേർട്ട് എടുത്തു, കാരണം എന്റെ ഡ്രീം ആയിരുന്നു. സോ അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാനും എല്ലാത്തിനും തയ്യാറായിരുന്നു. അപ്പൊ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലാംഗ്വേജ് ഞാൻ പഠിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ടൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഇവിടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മള് ഇന്ത്യ വിട്ട് നമ്മളങ്ങനെ വേറെ അങ്ങനെ ഞാനങ്ങും പോയി അങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമുക്ക് അറിയാത്ത ആൾക്കാർ, എല്ലാ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാർ, എല്ലാ സ്ട്രേഞ്ച് ആയിട്ടുള്ള തിങ്സ്, കൾച്ചർ, ട്രഡീഷൻസ്, എല്ലാം ഫുഡ്, എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലാകുമ്പോ നമ്മുടെ ഒരു കംഫർട്ട് സോണില് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും, നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ് എല്ലാവരും ചുറ്റുമുള്ളൊരു എൻവയോൺമെന്റ് നമുക്ക് നാട്ടിലുള്ളത്. ഇവിടോട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ ഒറ്റയാളായിട്ടല്ലേ വരുന്നത്, അല്ലെ ഒരു ഫാമിലി. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ നിന്ന് നമ്മളെ സഹായിക്കാനില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കൊരു ചേഞ്ച് ആയിട്ട് മെയിൻ ആയിട്ട് തോന്നിയത്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, കുഞ്ഞു കാര്യം തൊട്ട് വലിയ കാര്യങ്ങൾ വരെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണം. അത് ഇനിഷ്യലി അത്ര ഈസി ആയിരിക്കത്തില്ല, കുറച്ച് പല കാര്യങ്ങളിൽ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യും. കാരണം നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യാൻ അധികം ആൾക്കാരില്ല എന്നുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഏത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് പെട്ടെന്നാണ് നമുക്ക് ഫ്രണ്ട്സിനെ വിളിക്കുക, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ വിളിക്കും, നമുക്ക് വിളിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു വേറൊരു രാജ്യത്ത് വരുമ്പോൾ നമുക്ക് എല്ലാം സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ചുറ്റിനും നിൽക്കുന്നത്. ഇപ്പൊ
ഇപ്പൊ നമുക്ക് ആരെ വിളിച്ച് എന്ത് ചോദിക്കാൻ പറ്റും? ഒന്നുമില്ല. എല്ലാം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു രാജ്യത്ത് അങ്ങനെ ഒന്നും ജീവിക്കാൻ നേരം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് വലിയൊരു പ്ലസ് പോയിന്റും ആണ്. പിന്നെ ചിലവർക്ക് അത് ഡിപ്രഷനിലോട്ട് പല കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. അത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ഇവിടുത്തെ ഒരു സോഷ്യൽ ലൈഫും ഫ്രണ്ട്ഷിപ്പും എന്ന് വെച്ചാൽ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടിലെ പോലെ ഒത്തിരി ഫ്രണ്ട്സും ഗ്യാങ്ങും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും എല്ലാവരും കുറച്ച് റിസർവ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഇടിച്ചേറി ഒരാളുടെ പ്രൈവസിയിലേക്ക് പോകാനൊന്നും പറ്റത്തില്ല. നാട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഉള്ളവരോട് സംസാരിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനും അവരോട് സംസാരിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടത്തില്ല. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ നല്ലതാ. നമ്മുടെ ഒരു പ്രൈവസിയിലോട്ടും അധികം ആരും ഇടിച്ചു കയറി വരത്തില്ല. അവർക്കും ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്നുണ്ട് അവര്. ഇവിടുത്തെ ജർമ്മൻസുമായിട്ട് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത്രയും ഈസിയാണ് ഞാൻ പറയത്തില്ല. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ചിലവരുണ്ട് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ മിംഗിൾ ചെയ്ത് സംസാരിക്കാനായിട്ട് വരും. ചിലവരെന്ന് പറയുന്നത് അത് കുറച്ച് ഇപ്പൊ വൈഫ് പറഞ്ഞ പോലെ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അവരുടെ അടുത്ത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. നമ്മുടെ നാട്ടില് നമ്മൾ ആ ഒരു ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഇവിടെ വന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തുറന്ന് പറയാൻ ഒന്നും അവർ ശ്രമിക്കത്തില്ല. അവർക്ക് തോന്നണം ഓക്കെ ഇവനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, ഓക്കെ ഇവനുമായിട്ട് നമുക്കൊരു ഇത് ബോണ്ട് കീപ്പ് ചെയ്താൽ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ അവർക്ക് തോന്നണം. നമ്മളാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും അവരുടെ അടുത്ത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പറയും. പക്ഷെ അവരങ്ങനെ അല്ല. ജർമ്മൻകാരുടെ കാര്യം പറയുന്നത്. പക്ഷെ ഞാൻ കുറെ ഇന്ത്യക്കാരെ തന്നെ കണ്ടിട്ടുണ്ട്. ഇവര് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു നേച്ചർ, ഈ ജർമ്മൻസിന്റെ നേച്ചർ തന്നെ അഡാപ്റ്റ് ചെയ്ത് ഇവരും അവരുടെ കൂട്ട് തന്നെ ആയിട്ട്. ചില ഇന്ത്യൻസിനെ കണ്ടാൽ പോലും ചിലവർ മൈൻഡ് ചെയ്യത്തില്ല, ചിലവർ ചിരിക്കത്ത് പോലും ഇല്ല. അവർക്ക് അത് അവരുടെ കാര്യമായിരിക്കും. അവർക്കും അറിയാം ചിലപ്പോൾ നമ്മൾ ഒത്തിരി ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയാൽ വേറെ എന്തെങ്കിലും കുഴപ്പമാവുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അവരും ഇവരുടെ കൂട്ട് തന്നെ ജർമ്മൻസിന്റെ കൂട്ട് തന്നെ ഒരു പ്രൈവസി കീപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ അവരുടെ വഴി എന്നുള്ള രീതിയിൽ പോകുന്ന കുറെ ഇന്ത്യക്കാർ തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു പരിധി വരെ വൈഫ് പറഞ്ഞ പോലെ നല്ലതാ. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ്ലി പുതിയൊരു കൺട്രി ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ഇതെല്ലാം പാടായിരിക്കും. ഫ്രണ്ട്സ് ഉള്ളവരുണ്ട്, നല്ല രീതിയിൽ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. ബട്ട് ഇങ്ങനെ കേസസ് ഉണ്ട്. ഞാൻ നാട്ടിലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇവിടെ വന്നിട്ട് അത്യാവശ്യം നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്തായാലും നല്ലപോലെ മിസ് ആവുന്നുണ്ട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ത്യക്കാര് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവര് എല്ലാവരും അല്ല കുറച്ച് ആൾക്കാരെങ്കിലും തരുന്നൊരു റിയാക്ഷൻ. ചിലവർക്കൊരു വിചാരമുണ്ട് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അത്ര ഡേർട്ടി ആയിട്ടുള്ള ഒരു കൺട്രിയോ അല്ലെങ്കിൽ ഭയങ്കര പോവർട്ടി ഒക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ വരുന്നത് അങ്ങനെ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാ സ്ലമ്മും നമ്മുടെ റോഡിൽ കൂടെ പശു പോകുന്നു, ഈ തോട്ടൊക്കെയാണ് അവർക്കുള്ളത്. ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട്, എന്റെ കമ്പനിയിലുള്ള കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. അവർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്ന് പറയുന്നത് അവർക്ക് എന്താ വെച്ചാൽ നമ്മുടെ ന്യൂസിലും പല റിപ്പോർട്ട്സിലും എല്ലാം കാണിക്കുന്നത് ഇന്ത്യയുടെ വേറൊരു സൈഡ് മാത്രമേ കാണിക്കൂ, നെഗറ്റീവ് സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആക്ച്വലി അവര് ബീഫ് തിന്നത്തില്ലെന്ന് പറഞ്ഞ് ഒരു കൂട്ടം അങ്ങനെ കാണിക്കും. പിന്നെ പശു റോഡിൽ കൂടെ നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അത്രയും ഡേർട്ടി ആയിട്ടുള്ള ഏരിയയും കാര്യങ്ങളും അങ്ങനെ സ്ലമ്മും ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പൊ ഇവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാകുന്നത് ഇന്ത്യയിൽ പോയിട്ട് പോലും ഇല്ല, അതിലേക്കും പൂക്കും അറിയാത്ത ആൾക്കാർ പോലും അവർക്ക് അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാകുന്നത് എന്തുവാ ഇന്ത്യ ഇത്രയും ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. സോ അവിടെ പോകുന്ന അത്ര നല്ലതല്ല. നമ്മൾ വലിഞ്ഞേറി വന്നവരെ പോലെ ഒരു തോട്ട് ചിലര് കാണാറുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞത് ജനറലൈസ് ചെയ്ത് പറയുകയല്ല, വളരെ കുറച്ച് പേര് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം. നമ്മൾ ശരിക്കും ഇവിടെ വിസ അപ്ലൈ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിക്കാനോ പഠിച്ച് മാസ്റ്റേഴ്സ് എടുത്തോ അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഇവിടെ വന്ന് ജോലി വാങ്ങിക്കുന്നവർ, അല്ലാതെ ചുമ്മാതെ വരുന്നവരല്ലല്ലോ. പക്ഷെ ചിലർക്കൊരു തോന്നലുണ്ടാവും നമ്മുടെ രാജ്യത്തു നിന്ന് നമുക്ക് അവിടെ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ വേറൊരിടത്ത് വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഫീൽ ഇല്ലേ, ആ ഒരു ഇത് എനിക്ക് നല്ലപോലെ ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് ഒരാളിങ്ങനെ പേഴ്സണലി പറഞ്ഞപ്പോൾ അവര് പറഞ്ഞതുപോലെ അവര് ശ്രീലങ്കയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ശ്രീലങ്കയിൽ തൊട്ടടുത്തേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ. അപ്പം അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് എത്ര മണിക്കൂറേ ഉള്ളൂ. ശ്രീലങ്ക കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇതുപോലെ പറഞ്ഞ നല്ല സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ ഒരു കൊള്ളിക്കായിരുന്നു. അപ്പൊ കൊള്ളിന്റെ വൈഫിന് ഇന്ത്യ അത്ര താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ഇന്ത്യ ഇഷ്ടപ്പെടാത്ത കാരണം എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് അറിയണമല്ലോ.
അപ്പം എൻ്റെ അടുത്ത് പോലെ പറഞ്ഞു ഒത്തിരി ഡേർട്ടിയാ അങ്ങനെ ഇങ്ങനെ കുറെ മോഡേൺ റീസൺസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടേക്കുന്ന ഇന്ത്യയുടെ വെറും ഒരു 5% മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ബാക്കി 95% നിങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. സോ അത് കണ്ടിട്ട് മാത്രമേ വിലയിരുത്താൻ ഒരു കൺട്രിയെ പറ്റി. ഇപ്പൊ നമുക്ക് ജർമ്മനിയെ കുറിച്ച് നമുക്ക് എന്ത് നെഗറ്റീവ് പറയാൻ പറ്റും? അപ്പൊ നമുക്ക് നെഗറ്റീവ് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ അല്ല, നമ്മള് കണ്ട് മനസ്സിലാക്കണം ഒരു രാജ്യം എന്തുവാ, അല്ല അവിടുത്തെ ആൾക്കാർ എന്തുവാ. ഒരിക്കലും ഇന്ത്യയെ വെച്ച് ജർമ്മനി ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി നമുക്ക് അത്രയും ഡിഫറെന്റ് ട്രഡീഷൻ. നമ്മൾ ഇവിടുത്തെ അറിവുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്ന നേരത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആൾക്കാർ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മെന്റാലിറ്റിയാണ് ആൾക്കാർക്ക്. ഈവൻ ട്രഡീഷൻ പോലും, അവരുടെ കൾച്ചർ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം ഡിഫറെന്റ്. അപ്പൊ നമുക്ക് അത്രയും ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. സോ അത് വെച്ചിട്ട് ഈ അറിവില്ലാത്ത ഒരാൾക്കാർ ഇങ്ങനെ പല കാര്യങ്ങളും പറയും. അപ്പം അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛ തോന്നത്തുള്ളൂ പേഴ്സണലി. ഒരു കാര്യം അവർക്ക് അറിയത്തില്ല, ലോകത്തെ പറ്റി വിവരമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെയൊക്കെ പറയണം. അത് മിക്കവാറും അത് ബേസിക് ജർമ്മൻസ് അല്ല കേട്ടോ, വേറെ സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നവരിൽ എനിക്ക് അങ്ങനെ ഒരു തോട്ട് തോന്നിയിട്ടുള്ളത്. ജർമ്മൻസിനേക്കാൾ കൂടുതൽ ഇവിടെ വന്ന് കൊച്ചിലെ മുതൽ ജനിച്ചു വളർന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരാണ് അങ്ങനെ കൂടുതലും പറയുന്നത്. അതുപോലെ നമ്മുടെ ഫുഡ് എന്തോ പന്ന ടേസ്റ്റ് ഉള്ള ഫുഡോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിന്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോഴത്തേന് ഭയങ്കര എന്തോ വൃത്തിയുടെ പോലൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് എനിക്കറിയത്തില്ല, ചിലവർക്ക് അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ഉണ്ടാകാൻ കാരണം ഓക്കെ നമ്മള് ഇന്ത്യക്കാരിൽ ചിലവരൊക്കെ ചില ഭൂരിഭാഗം ആൾക്കാര് ചില കൊള്ളാത്ത രീതിയിലോ അല്ലെങ്കിൽ ഒരു അത്രയും ഡീസൻസി കീപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് അറിയത്തില്ല, എല്ലായിടത്തും കാണും. ജർമ്മനിയിലും ഉണ്ട് ഡീസൻസി കീപ്പ് ചെയ്യാത്ത ആൾക്കാർ, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ എവിടെ എന്ത് പെരുമാറണം, ആ ഒരു മാനേഴ്സ് ചിലയിടത്ത് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിൽ നിന്നും ജർമ്മൻകാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവിടെ ബോണായിട്ടുള്ള ആൾക്കാർക്കോ അവർക്ക് തോന്നിക്കാണും ഓക്കെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ, ഇവര് അടുത്തൂടെ പോയ ആ സ്പൈസസിന്റെ മണമോ കുക്ക് ചെയ്തതിന്റെ മണമോ എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ കാണും. അതൊക്കെ നമ്മളായിട്ട് തന്നെ നോക്കണം. ഓക്കെ നമ്മള് ഇപ്പൊ മീറ്റിംഗിൽ ഇരിക്കുകയാണ്, നമ്മള് അതിന്റെ മാനേഴ്സ് നമ്മളവിടെ കീപ്പ് ചെയ്യണം. നമ്മള് ഇടുന്ന ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ കുക്ക് ചെയ്തേക്കുന്നതിന് തൊട്ടടുത്തായിരിക്കും നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒബ്വിയസ്ലി അതിന്റെ മണം എല്ലാം ആ തുണിയെ പിടിക്കും. ഇതിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്നത്. അങ്ങനെ ഒരിക്കലും പോകരുത്. അത് നമ്മൾ തന്നെ നോക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്നത് ന്യൂഡൽഹി, മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. നമ്മൾ വന്നിട്ട് കേരളം എന്ന് പറയുമ്പോൾ കേരളോ അതെവിടെയാ അതെന്താ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. മലയാളം എന്നൊക്കെ പറയുമ്പോഴത്തേന് മിക്കവാറും ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കൂടുതൽ ആൾക്കാർക്ക് ഹിന്ദി, നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അറിയാം. നമ്മളെ പറ്റിയുള്ള ഇത് കൂടുതലും കുറവാണ്. അതുപോലെ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ തന്നെ അവർക്കും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മൾ ഹിന്ദി അറിഞ്ഞിരിക്കണം. ഹിന്ദി എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലേ എന്ന് ചോദിക്കുന്നത് അവർ ശരിക്കും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ശരിക്കും ഹിന്ദി പഠിക്കുന്നുണ്ട് സ്കൂളിൽ, ഇന്നിരുന്ന് എല്ലാവർക്കും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയണമെന്നില്ലല്ലോ. ശരിക്കും അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, കേട്ടാൽ മനസ്സിലാവും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവരായാൽ തന്നെ നിങ്ങൾക്കൊന്നും അത് സംസാരിക്കാൻ അറിയില്ലേ, നിങ്ങൾ എന്താ അതൊന്നും അറിയാത്തത്. നോർത്ത് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ഒരു മെയിൻ പോർഷൻ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ ജർമ്മൻസിന്റെ ഇതിൽ നിന്ന് നോക്കുമ്പോഴും ഈവൻ നമ്മുടെ ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുന്നതെന്നല്ല പറയണ്ട, എന്താ പറയാ, നമുക്ക് അത്ര എക്സ്പോഷർ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. രണ്ടുപേരുടെ ആയാലും നമുക്ക് കേരളം അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പോഷർ കുറവുള്ളതുപോലെ പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു ഹേർട്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സ് ആണ്. കാരണം നമ്മള് കേരളക്കാർക്ക് നമ്മളെന്തോ ഭയങ്കര ഒരു സംഭവമാണല്ലേ, നമ്മള് ഭയങ്കര അടിപൊളിയാണ്, നമ്മളെന്തോ വലുതെന്നല്ല, നമ്മളെന്തോ നമ്മുടെ രാജ്യത്തെ ഒരു മെയിൻ ആൾക്കാരാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇവരുടെ അടുത്തോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്നുമല്ല എന്നൊരു കൈൻഡ് ഓഫ് തോന്നൽ നമ്മളിലേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞൊക്കെ നമുക്ക് ഒരു കൈൻഡ് ഓഫ് സ്ട്രഗിൾസ് നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത് പല ആൾക്കാർ വലിയ സ്ട്രഗിൾ അല്ല, സ്ട്രഗിൾസ് അല്ല, നമ്മള് നമ്മുടെ ലൈഫിനെ പറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഒരു ഇത് നോക്കിയാൽ നമ്മൾ ഇവിടെ എല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലി എന്ന് പറഞ്ഞ ഒരു കാര്യം കണ്ടുപിടിക്കാൻ നേരത്ത് അതും അത്രയും ഒട്ടും ഈസി അല്ല. നമ്മുടെ നാട്ടില് ജോലി കിട്ടാത്തത് കൊണ്ട്
അല്ല ഒരിക്കലും. ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ഡ്രീം ആയിരുന്നു, നേരത്തെ പറഞ്ഞില്ലേ, പല ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് കണ്ട് നമ്മൾ ചെയ്ത ഓരോ വീഡിയോസ് കണ്ട് പല ആൾക്കാരും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പല ഏജൻസീസ് വഴി എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി, അവർക്ക് അൺസ്കിൽഡ് വർക്കറായിട്ട് ഇവിടെ വന്ന് അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ലീഡ് ചെയ്താൽ മതി എന്ന് തിങ്ക് ചെയ്യുന്ന പല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വെയർ ഹൗസ് ജോലി ആയാലും എന്തെങ്കിലും മതി, അവർക്ക് ഇവിടെ ഒരു ജോലി മതി എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കുറെ പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, കുറെ പേര് നമുക്ക് കമന്റ് സെക്ഷൻ താഴെ മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവരെല്ലാം ഇവിടെ വരുമ്പോഴല്ല ശരിക്കും സ്ട്രഗിൾ തുടങ്ങുന്നത്. നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തൊട്ടാണ് ശരിക്കും സ്ട്രഗിൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ ലൈഫിലെ അവരുടെ ഓരോ നമ്മളോട് പറയുന്നവരുണ്ടല്ലോ, അവരിങ്ങനെ പറയും അവർ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് വിസ ആപ്ലിക്കേഷൻ അയക്കുന്നത്, അതിന് ബ്ലോക്ക്ഡ് എമൗണ്ട് എടുക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര സ്ട്രഗിൾ അവർ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും അത് കഴിയുന്നില്ല. പിന്നെ വേറൊരു ഫേസ് ഓഫ് സ്ട്രഗിൾസാ, ഒരു കണ്ടിന്യൂസ് ജേർണി. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ, ഇപ്പം നമ്മുടെ ജർമ്മനി വരുന്നവരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിലോ എന്നുള്ളതല്ല, ഇവൻ നമ്മുടെ പേരൻസിന്റെ ലൈഫിലായിക്കോട്ടെ, ഇന്ത്യയിലുള്ളവരുടെ ആയിക്കോട്ടെ, ഏത് രാജ്യത്തുള്ളവരുടെ ലൈഫിലായിക്കോട്ടെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇല്ലാതെ സ്ട്രഗിൾസ് ഇല്ലാതെ നമുക്ക് എന്തായാലും ഒന്നും നേടിയെടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം ഇവിടുത്തെ വന്നവരുടെ കേസ് നമ്മൾ കേട്ടിട്ടുള്ള കേസും പറയും, ഒരുപാട് പേര് എന്തെങ്കിലും ജോലി മതി അല്ലെങ്കിൽ എങ്ങനെയും മതി എന്ന് ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ആപ്ലിക്കേഷൻ അയക്കുന്നിടം തൊട്ട് ഇവിടെ വന്നൊരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ തന്നെ അതും നല്ല സ്ട്രഗിളാണ്. നമുക്കത് പറഞ്ഞു തരുവാൻ അറിയത്തില്ല, നമ്മളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും അത് മനസ്സിലാവുന്നത് അല്ലേ. നമ്മളിപ്പം പറഞ്ഞു നമ്മൾ ജോലി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പഠിത്തം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 350 അതിന് മേളിൽ അത്ര ആപ്ലിക്കേഷൻ പല പോർട്ടൽസിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്നെ വിളിച്ചേക്കുന്ന വിരലെണ്ണാവുന്ന അത്തരം എംപ്ലോയീസ് മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. 5-6 എംപ്ലോയീസ് മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ ഇത്രയും ഞാൻ, അതും എൻ്റെ തീസിസ് തീരുന്നതിന് മുമ്പായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് പഠിത്തം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ജോലിക്ക് കയറാനെങ്കിലും പറ്റിയത്. സോ ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ 2 മാസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നുള്ളൂ. എനിക്ക് ഇവിടുത്തെ സ്റ്റേ ബാക്ക് വിസ കയറേണ്ട പോലും ആവശ്യം വന്നില്ല. എനിക്ക് ഡയറക്റ്റ്ലി ജോലി കിട്ടിയത് അങ്ങനെ പോകാൻ പറ്റി. സോ അല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പഠിത്തം കഴിഞ്ഞ് 1 വർഷമായിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു. സോ അതൊക്കെ ഇവിടെ വരുന്നത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യം, ഇവിടെ വന്ന് നമ്മൾ ലൈഫ് ലീഡ് ചെയ്യുന്ന അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല, പാടാണ്. പിന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എഫോർട്ട് എടുക്കുക, പിന്നെ ഒരു ലക്കാണ് ആക്ച്വലി. അതിൽ ഓരോ കാര്യങ്ങളിലും ഉണ്ട് അതിൻ്റെതായ സ്ട്രഗിൾ. ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ബട്ട് അത് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഒക്കെ നേടിയെടുക്കുന്നതാണ്. അല്ലാതെ പുറത്തു നിന്ന് നോക്കി കാണുന്ന പോലെ അത്ര ഈസി ആയിരിക്കത്തില്ല. ഇപ്പൊ പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് അടിപൊളി ജോലിയാ, എല്ലാം സെറ്റിൽഡാ, ഭയങ്കര ശമ്പളമാ, എല്ലാം സൂപ്പറാ, അത്ര അവര് കാണുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഇതിലോട്ട് എങ്ങനെ എത്തി എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ എത്തുന്ന ഓരോ സ്റ്റേജും കഴിഞ്ഞു പോകുന്നത്. ഇപ്പം ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ കേസ് തന്നെ, ഇപ്പം പഠിക്കാൻ വരുമ്പോൾ തന്നെ അവര് പഠിത്തവും നടക്കണം, അതിന്റെ ഇടയ്ക്ക് ഒരു പാർട്ട് ടൈം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പാർട്ട് ടൈം ചെയ്യാന്ന് പറയുന്നത് എനിക്കൊന്നും ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ടെന്ന് തോന്നും. ഇപ്പൊ എന്റെ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും വേറെ കാറ്ററിംഗ് വർക്കോ അങ്ങനെ വേറെ എന്തെങ്കിലും വർക്കിന് പോയാൽ നമ്മുടെ പേരൻസിനോ നമ്മുടെ റിലേറ്റീവ്സിനോ ഒക്കെ അതൊരു എന്തിനാ പിള്ളേരെ അങ്ങനെ വിടുന്നത് എന്നൊരു തോട്ടാ. നമ്മൾ എവിടെയെങ്കിലും വർക്കിന് പോകുമ്പോൾ തന്നെ നമ്മുടെ അറിയാവുന്ന ബന്ധുക്കാരെല്ലാം ഉണ്ടെങ്കിൽ അവൻ എന്തിനാണ് കാറ്ററിംഗിന് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞു വിടുക. സോ അതൊക്കെ പിള്ളേർക്ക് അത് നല്ലൊരു കാര്യമാണ്. അവർ നാട്ടിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം, ഇവിടെ വന്നിട്ട് അവർ ചെയ്യും സെയിം ജോബ്. നാട്ടിൽ നിന്നും പാർട്ട് ടൈം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നാട്ടിൽ ഒന്നും ചെയ്യാത്തവരൊക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ട് നമ്മൾ ഇത്രയും പണിയെടുക്കുന്നത്. അതിലൊരു തെറ്റില്ല. ശരിക്കും നമ്മുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പാർട്ട് ടൈം ചെയ്യുന്നല്ലോ. അതിൽ ഇപ്പോഴും നമ്മൾ ഇവിടെ വന്ന് ഇപ്പൊ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യുന്നവരെയൊക്കെ നെഗറ്റീവായിട്ട് കാണുന്ന നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരവിടെ പോയി ഇതല്ലേ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് ശരിക്കും ഒരു റോങ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അവരുടേതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അത് ചെയ്യുന്നോണ്ട് എന്താ, അവരവരുടെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന മണിയല്ലേ, അല്ലാതെ മോഷ്ടിച്ചോ ഒന്നും അല്ലല്ലോ. പിന്നെ ഇപ്പം റെസ്റ്റോറൻറ്റിൽ നിന്നാൽ എന്താ, എവിടെ നിന്നാൽ എന്താ, അവരത് പൈസ ഏൺ ചെയ്തുണ്ടാക്കുന്നതല്ലേ. ആ ഒരു വ്യൂ പോയിന്റ് ശരിക്കും മാറേണ്ടിയിരിക്കുന്നു.
അപ്പൊ അങ്ങനെ ഇവിടുത്തെ സ്റ്റുഡൻസിന് ആക്ച്വലി കുറെ സ്ട്രഗിൾസ് അവരുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ അന്ന് തൊട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് കുറച്ചൊക്കെ സ്ട്രഗിൾസ് തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ പല ഫ്രണ്ട്സിൽ നിന്നും കേട്ടിട്ടുണ്ട്, അവർക്ക് എന്തുവാ ആഴ്ചയിൽ 3 ദിവസമുള്ളൂ ക്ലാസ്, പിന്നെ അവർക്ക് ഫ്രീ ടൈമാ, വലിയ ക്ലാസ് ചിലപ്പോൾ ഉച്ച വരെ കാണത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ പോട്ട് ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് എന്ന് പറഞ്ഞാൽ ബാക്കി 4 ദിവസം ചുമ്മാ ഇരിക്കാം, വേറെ പണിയൊന്നുമില്ല. ബാക്കിയുള്ള 4 ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പാർട്ട് ടൈമിനൊക്കെ പോകാറ്. എന്റെ കേസാണ്, എനിക്ക് ശനിയാഴ്ച ഉച്ച വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ ജോലിക്ക് പോവായിരുന്നു. അപ്പൊ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജോലി, ഞായറാഴ്ച കംപ്ലീറ്റ് ജോലി. എന്നാലും നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് ആയി ഇരിക്കാൻ നമുക്ക് 20 മണിക്കൂർ വർക്ക് ചെയ്യാം. എനിക്ക് ആ 20 മണിക്കൂർ കിട്ടത്തോലും ഇല്ലായിരുന്നു. അപ്പൊ പഠിത്തം ജോലി ഇത് 2 പരിപാടിയേ ഉള്ളൂ. പിന്നെ തിങ്കളാഴ്ച തൊട്ട് പിന്നെയും പഠിത്തം. അപ്പൊ ഈ പരിപാടികൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഇവിടെ വരുമ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് ഞാൻ ഒരിക്കലും അങ്ങനെ നാട്ടിൽ ലീഡ് ചെയ്തിട്ടില്ല. നാട്ടില് എനിക്ക് കോളേജിൽ പോയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ടായിരുന്നു വരുന്നു. അപ്പൊ വീട്ടിലെ ഫുഡ്, വീട്ടിലെ കാര്യങ്ങൾ, എനിക്കൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായില്ലായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ അത് സർവൈവ് ചെയ്ത് പോയി. ഞാൻ കുറെ പേരുടെ കേസസ് കണ്ടിട്ടുണ്ട്, അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഇതൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിട്ട് തോന്നും, ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവാം, ഗിവ് അപ്പ് ചെയ്യാം എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന കുറെ ആൾക്കാർ കാണും. പക്ഷെ ഒരിക്കലും അങ്ങനെ തിങ്ക് ചെയ്യല്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും സർവൈവ് ചെയ്യുക, നേടിയെടുക്കുക. ഈ പഠിത്തത്തിന്റെ ഇടയ്ക്കും ഈ ജോലിയുടെ ഇടയ്ക്കും ഒക്കെ തന്നെ നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ കുക്കിംഗ്, നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യണം. നാട്ടിലാണ് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ നമുക്ക് കൃത്യസമയത്ത് ഫുഡൊക്കെ റെഡിയാക്കിയൊക്കെ തരുമായിരുന്നു. ഇവിടെ ജോലിയാണെങ്കിലും ഇതെല്ലാം നമ്മൾ തന്നെ സമയം കണ്ടെത്തി നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. അപ്പം ലൈഫ് തന്നെ വേറെ ഒരു സ്റ്റേജിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ എന്റെയൊക്കെ കേസിലാണ്, ഞാൻ നാട്ടിൽ വെച്ച് എനിക്ക് ഒരു ജോലി അങ്ങനെ നമ്മുടെ വർക്ക് അല്ലാതെ കണ്ട് വീട്ടിലെ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കല് പരിപാടികള് അതിലൊന്നും ഭയങ്കരമായിട്ട് ഇടപെടേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ലൈഫ് ശരിക്കും ഒരു ചേഞ്ച് വന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഒരു മനുഷ്യരും ഇവിടെ വരുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ശരിക്കും നാട്ടിലുള്ള ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ചുള്ള പല ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്കത് ഇവിടെ നിന്ന് കാണുമ്പോൾ ശരിക്കും മിസ്സാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ കസിൻസിന്റെ മാരേജ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാത്തിനും പോയി പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കറിയാലോ എല്ലാം പോയി പങ്കെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ എന്തായാലും നല്ല രീതിയിൽ മിസ്സാവും നമുക്ക്. അതുപോലെ ഫെസ്റ്റിവൽസ് അല്ലേ, ഓണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തായാലും ഒരു ഡിഫറെന്റ് വൈബാ. അപ്പം നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കത് ശരിക്കും മിസ്സാവുന്നുണ്ട്. ഓരോ പരിപാടി നാട്ടിൽ നടക്കുന്നതിലും നമ്മൾ ഇന്റൻഷനലി അതിൽ നിന്ന് മാറി നിൽക്കുന്നതോ പോകാത്തതോ അല്ല. പക്ഷെ ഇവിടെ നമുക്ക് മലയാളം കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പള്ളിയിൽ പോവാറുണ്ട്. എന്നാലും നമുക്ക് ആ നാട്ടിലെ ഒരു ബോണ്ട്, കണക്ഷൻ ഒക്കെ കിട്ടാൻ കുറച്ച് പാടാ. അതുപോലെ ബിൽഡിംഗ് എ ലൈഫ് ഹിയർ, ഒരു ന്യൂ ലൈഫ് ഇവിടെ തുടങ്ങുക എന്ന് വെച്ചാലും അത്ര ഈസി അല്ല. നമുക്ക് ശരിക്കും നമ്മൾ ഇവിടോട്ട് വരുമ്പോ നമുക്കൊന്നും ഇല്ലാതെ നമ്മൾ വരുന്നത് അല്ലേ. നമ്മളിപ്പോ നാട്ടില് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വണ്ടിയുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, നമുക്ക് ഒന്നിനൊരു കുറവില്ല. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുമില്ല. നമ്മള് റെന്റ് കൊടുത്ത ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കേണ്ടത്, അതും ഇത്ര ഇടുങ്ങിയ ഒരു അപ്പാർട്ട്മെന്റ് ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ എടുക്കുന്നത്. സോ ഈ ഒരു അത്രയും വലിയൊരു ഏരിയയിൽ നിന്നും ഇത്രയും ചെറിയൊരു സ്ഥലത്തോട്ട് വരുമ്പോൾ നമുക്ക് തുടക്കത്തിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് അഡാപ്റ്റ് ആയി പോവുക. പിന്നെ നമ്മൾ കുറച്ച് ഇത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കുറച്ച് ഏണിംഗ് ഒക്കെ ആയി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ അവിടുന്നാണ് നമ്മൾ ബിഗിൻ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു ഫാമിലി ഉണ്ടാക്കണം, ഫാമിലി ഉണ്ടായി പോകണം, നമുക്ക് വീട് വേണം, കാറ് വേണം, നമുക്ക് പിള്ളേരാകുമ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ. സോ ഇതെല്ലാം ബിഗിൻ ചെയ്യുന്നത് ആഫ്റ്റർ ഒരു ജോലി കിട്ടിയതിന് ശേഷമായിരിക്കും. സോ അതിനുണ്ടാവുന്ന അവിടെയും സ്ട്രഗിൾസ് ഉണ്ട്. നമുക്ക് ശരിക്കും ഒന്നും ഇല്ലാത്ത ഒരു സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ ഒരു ലൈഫ് ഇവിടെ ബിൽഡ് ചെയ്തെടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങള് നമ്മുടെ ഒരു ലൈഫിന്റെ പകുതി നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യണം വരും. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ തന്നെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആവണമെങ്കിൽ ഇത്ര വർഷമെങ്കിലും എടുക്കുമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത്രയും നാളും നമ്മൾക്കൊരു ഫ്രീ ലൈഫ് ആയിരിക്കണം എന്നില്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും നമുക്ക് നല്ല എൻജോയ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിക്കാൻ പറ്റും. അതെ, കാരണം നമ്മളിപ്പം പറഞ്ഞ പോലെ നമുക്കിപ്പോ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവരും പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് വന്ന് പെട്ടെന്ന് വണ്ടി എടുക്കുന്നു, പെട്ടെന്ന് വീട് വാങ്ങിക്കുന്നു. ഇതൊക്കെ
എന്റെ ഫ്രണ്ട്സ് പലരും ചെയ്തിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതേമേ ഇത്രയും പെട്ടെന്ന് ഇവിടെ അല്ല ബാക്കിയുള്ള കൺട്രീസിൽ, ജർമ്മനിയിൽ അത് എന്തുകൊണ്ടാന്ന് പറയാം. കാരണം ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും നല്ല എക്സ്പെൻസീവ് ആണ്. ഒന്നാമത് ഇപ്പൊ കറന്റ്ലി ഇൻഫ്ലേഷന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാധനങ്ങൾക്ക് എല്ലാത്തിനും നല്ല വില കൂടുതലാണ്. നമ്മൾ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം നോക്കിയാൽ തന്നെ നമ്മളൊരു വീട് വാങ്ങിക്കണമെങ്കിൽ അതിന് നല്ല ഇൻട്രസ്റ്റ്, 4% ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ നമുക്ക് പഴയ ഒരു വീട്, അതായത് പഴയ ആൾക്കാരായാലും താമസിച്ച ഒരു വീട്, അത് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ നമുക്ക് 5 ലക്ഷം യൂറോ എങ്കിലും നമ്മൾ കൊടുക്കണം. 5 ലക്ഷം യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 5 കോടി പൈസ കൊടുത്താൽ മാത്രം, INR കൊടുത്താൽ മാത്രം നമുക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതും പഴയ ഒരു വീട്. ലോൺ എടുത്തിട്ടായിരിക്കും, നമുക്ക് എന്തായാലും അത്ര പൈസ നമുക്ക് ഉടനെ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ലോൺ എടുത്തിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. ആ ലോൺ നമ്മൾ അടച്ചു തരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം എത്ര പൈസ ആവും? അപ്പോഴത്തേക്കും നമ്മുടെ വെടിക്കുറ്റി തീരും. അപ്പോഴത്തേക്കും നമ്മുടെ 65 വയസ്സിലായിരിക്കും. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ ഈ ഇത്ര ലോൺ എടുത്ത് അടച്ചു മാറിയതൊക്കെ തീരുന്നത് എല്ലാം കംപ്ലീറ്റ്ലി കഴിയുന്നത് ചിലപ്പോൾ 65 വയസ്സിൽ 60 വയസ്സിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ ജർമ്മനിയിൽ അങ്ങനെ വീട് എടുക്കുന്നതും അത്രയും ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. എടുക്കുന്ന ആൾക്കാർ വളരെ റെയർ ആണ് ആക്ച്വലി, കാരണം ഇങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ട്. കുറച്ചൊരു ടൈം എടുത്ത് നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും വീടൊക്കെ എടുത്ത് ഇവിടെ നിൽക്കുന്നത് അടിപൊളിയാണ്. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളും, നമുക്ക് സാലറി ഉണ്ട്, നമുക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, ഇതൊന്നും കിട്ടുന്നില്ല എന്നല്ല, സാലറി കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി എന്നാണ് പറഞ്ഞു വന്നത്. അതുപോലെ ഇവിടെ വരുന്നവര് കുറേ സ്വപ്നങ്ങളും കുറെ ആൾക്കാരെങ്കിലും ലോണും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഒന്നും ഇല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാലും കുറെ ആൾക്കാരെങ്കിലും ലോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അവർ അതും മാനേജ് ചെയ്യണം, പിന്നെ അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടവരുണ്ടായിരിക്കും, അതും ചെയ്യണം. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് റിയലി ഈസി. നമ്മൾ അത്ര മറ്റ് പുറത്തുനിന്ന് ഒരാളെ നോക്കുന്ന പോലെ അത്ര ഈസി ആയിരിക്കണമെന്നില്ല നമ്മളുടെ ആ ഒരു ലൈഫ് പോകുന്നത്. അത് ജർമ്മനിയിൽ മാത്രമല്ല, ഇതൊരിക്കലും ജർമ്മനിയെ മാത്രമോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമോ മാത്രമല്ല പറഞ്ഞത്. ഒരു മൊത്തത്തിൽ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് ഞങ്ങളുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളേ. കാരണം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഈ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ലൈക്ക് നമ്മളിവിടെ ജീവിക്കുമ്പോൾ അവർക്ക് നാട്ടിലെ കാര്യമൊന്നും അറിയണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് സുഖമല്ലേ, അവരവിടെ അടിപൊളിയായിട്ട് ജീവിക്കുകയല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പൈസയല്ലേ. പകുതി കാര്യങ്ങൾ ശരിയായിരിക്കും, പകുതി കാര്യങ്ങൾ അത്ര ഇല്ലായിരിക്കും. എന്നാലും നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ അതിനെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളേ. വേറൊരു കാര്യം നോക്കിയാൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മുടെ നാട്ടിൽ എല്ലാം ഭയങ്കര ലിബറൽ ആയിട്ട് നമ്മൾ അങ്ങനെ ഈ 25 വർഷം നമ്മൾ അങ്ങനെ 23 വർഷം നമ്മൾ അങ്ങനെ നാട്ടിൽ അങ്ങനെ ജീവിച്ചതിന് ശേഷം പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ അത്രയും റൂൾസ് സ്ട്രിക്റ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര ലിബറൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കാൻ നേരം നമ്മൾ സിഗ്നൽ അത്ര കെയർ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം പെഡസ്ട്രിയൻസ് പോകുന്ന കാര്യങ്ങളിലോ നമുക്കങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ 100% അടി വരെ ഇട്ട ആ രീതിയിലെ സ്ട്രിക്ട്നെസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മള് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി വരുമ്പോഴത്തേക്കും നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും ചിലപ്പോൾ ഫൈൻ അടക്കേണ്ടി വരും. ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാ. ഇവിടെ ഇപ്പം കാർ ഓടിക്കുന്ന മിക്കവാറും ആൾക്കാർക്ക് ഡെയിലി അവർക്ക് ഒരു ഫൈൻ്റെ പേപ്പർ കിട്ടാറുണ്ട്. കാരണം സ്പീഡ് ലിമിറ്റ് ചെറുതായിട്ടൊന്നും മാറിയാൽ മതി, റോഡിൽ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ കിട്ടും. അത് മിക്ക എബ്രോഡ് കൺട്രീസിൽ അങ്ങനെ ആയിരിക്കും. അതേപോലെ ഇവിടുത്തെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് അങ്ങോട്ട് തരം തിരിച്ചിടുന്നിടം തൊട്ട് പല കാര്യങ്ങളും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇപ്പം നമുക്ക് സ്വന്തമായ ഒരു വീട് വെച്ചാൽ പോലും നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ ടൈമിലോ ഒരു പർട്ടിക്കുലർ ഡേയിലോ ഒക്കെ നമുക്ക് അവിടെ ഭയങ്കര ശബ്ദം വെക്കാനൊന്നും പറ്റത്തില്ല. കാരണം അതൊക്കെ ഇവിടെ റൂളിന് എഗൻസ്റ്റ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ അല്ലാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് നല്ല പോലൊരു ചേഞ്ച് ഉണ്ടാവേ. ഇവിടെ വരുമ്പോൾ തന്നെ കൂടുതൽ ഇവിടുത്തെ ആൾക്കാരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബ്രെഡും നൂഡിൽസും സോസേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ നാട്ടിൽ പുട്ടും കടലയും അപ്പവും മുട്ടക്കറിയും അങ്ങനെയൊക്കെ കഴിച്ച് ശീലിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എവിടെ പോയാലും നമ്മൾ ഫുഡുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആവും. കാരണം നമുക്ക് ഇന്നത് തന്നെ കഴിക്കാൻ പറ്റുമെന്നൊരു നിർബന്ധം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. എന്ത് കിട്ടിയാലും വിശപ്പിന് കഴിക്കുന്ന രണ്ടാൾക്കാർ ഞങ്ങൾ. എന്നാലും നമുക്ക് നാട്ടിലെ പല ഫുഡും മിസ് ചെയ്യാറുണ്ട്. ഇപ്പം സ്നാക്ക് ഐറ്റം ആയിക്കോട്ടെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ ഒരുപാട് ആഗ്രഹം കാണുമല്ലോ. ഇപ്പം നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോൾ അവരത് ഉണ്ടാക്കി കഴിക്കുമ്പോഴോ അവർ നമ്മളോട് പറയുമ്പോഴൊക്കെ നമുക്കതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊരു ഇത് കിട്ടും. പക്ഷെ നമ്മളിവിടെ മാക്സിമം ഇന്ത്യൻ ഫുഡൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. എന്നാലും ഇവിടുത്തെ നമുക്ക് ഈ
അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കിട്ടിയാലും അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഒന്ന് മിസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ ഫുഡും കാര്യങ്ങളും. അത് ഫുഡിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ മെയിനായിട്ട് ഫുഡിൽ മിക്കതിലും മീറ്റോ സോസേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട്. എന്നാൽ പോലും ഇപ്പം ചില റെസ്റ്റോറൻറ്റ്സിലായിക്കോട്ടെ കൂടുതൽ കാണുന്നത് ഇങ്ങനെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പൊ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് സ്ട്രഗിൾ ഇനിഷ്യൽ സ്റ്റേജസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു അടിപൊളി കാര്യവും ഇവിടെ വന്നിട്ട് കുറെ മിസ് ചെയ്തതും അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തതായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെക്ക് ചെയ്യണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം, അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പാടുള്ള കാര്യമാണ്. അത് നമ്മൾ ഈസി ആയിട്ട് കിട്ടത്തില്ല. ഇപ്പൊ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെന്നാൽ പോലും അവർക്ക് തോന്നണം നമുക്കത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. എന്നാൽ മാത്രമേ അവരത് ചെയ്ത് അതിന്റെ റിസൾട്ട് തരത്തുള്ളൂ. അതേപോലെ ഇപ്പൊ നമ്മുടെ കൈക്ക് എന്തെങ്കിലും ചെറിയ ഉളുക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റിന് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവര് നമുക്ക് അപ്പോയിന്റ്മെന്റ് തരും. നമ്മുടെ കൈയൊക്കെ നേരെയാവും. അതാ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശരിക്കും ഇവിടെ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബേസിക്കലി നമ്മളുടെ ലൈഫിൽ ഞങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് അടിപൊളിയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്താലും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹാപ്പിയാണ്. ഇവിടെ വന്ന ആ ഒരു തീരുമാനം എന്തെല്ലാം റൈറ്റ് ആയിരുന്നു അല്ലേ? എനിക്ക് 100% റൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനും ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ജർമ്മനിയിൽ വരാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്ന ഒരാളും അല്ല. ഈവൻ പോവണ്ട എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിപ്പിച്ചോണ്ടിരുന്ന ആളാണ്. കാരണം നമുക്കത് സെറ്റ് ആവുമോ എന്നറിയില്ല, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്ന് ശരിക്കും ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്, ഒരുപാട് ഹാപ്പിയാണ്. നല്ലൊരു ലൈഫ് ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. സോ ഇവിടെ ഇനിയും വരാൻ ആഗ്രഹിക്കുന്നവരാണേലും എല്ലാവർക്കും എന്തായാലും മോസ്റ്റ് വെൽക്കം. നല്ലൊരു ലൈഫ് എന്തായാലും കിട്ടും. പക്ഷെ ഇനിഷ്യൽ സ്റ്റേജസിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടാവും. ബട്ട് ദാറ്റ്സ് യൂഷ്വൽ. അതിപ്പോ ഇന്ത്യയിലായാലും എവിടെയായാലും ഏത് സ്ഥലത്തായാലും നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര ഈസി അല്ല. അതിപ്പോ ജർമ്മനിയിലായിക്കോട്ടെ, ദുബായിലായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന അത്ര ഈസി അല്ല നമ്മളുടെ ഒരു ലൈഫ് എന്ന് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. Until then, bye.